Good afternoon, miss. കേൾക്കുന്നില്ല മിസ്. കേൾക്കുന്നില്ല മിസ്. ഹലോ, കേക്കുന്നില്ലല്ലോ. ഹലോ, 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 മിസ് കേക്കുന്നില്ലല്ലോ. ഹലോ, 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 മാം ഒന്നും കേൾക്കുന്നില്ല. ഹലോ, കേക്കാമോ? കേൾക്കാം. മിസ് കേൾക്കുന്നില്ലല്ലോ.
മിസ് വന്നിട്ടില്ല. ലെഫ്റ്റ് ആയിട്ടാണ് തോന്നുന്നു. ഹലോ 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 കേൾക്കാമോ? കേൾക്കാം 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 കേൾക്കാം. ഹലോ ഹലോ കേൾക്കാം. കേൾക്കാം ഹലോ മിസ് കേൾക്കാം. ഹലോ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. മിസ് ക്ലിയർ ഇല്ല. കേൾക്കുന്നില്ല. ഹലോ ആ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ആ, കേൾക്കുന്നുണ്ട്. ഹലോ കേൾക്കാമോ? ആ കേൾക്കാം. കേൾക്കുന്നുണ്ട്. യെസ് ഓക്കെ.
കേൾക്കാം. ഓക്കെ ഓക്കെ. നമ്മള് പോയി അത് എന്തോ കംപ്ലൈന്റ് വന്നതുകൊണ്ടാണ് ട്ടോ. അതിന്റെ ഓഡിയോ എന്തോ പ്രശ്നം വന്നു, അതുകൊണ്ടാണ്. സോറി. നമുക്ക് ഇന്ന് നമ്മള് കൊണ്ടുവന്നേക്കണത് ഒരു എന്താ അക്കൗണ്ട് ആരെങ്കിലും മ്യൂട്ട് ചെയ്യാത്തതുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്തേ. എല്ലാവരും മ്യൂട്ട് ആക്കാട്ടാ. ഉണ്ടാ ഇപ്പൊ ഉണ്ടോ? അക്കൗണ്ട് ഇപ്പോഴും മ്യൂട്ട് ടീച്ചറെ ഒന്നും കൂടെ ചെയ്യാത്ത സൗണ്ട് ഇല്ല കേട്ടോ. അക്കൗണ്ട് അക്കൗണ്ട് സൗണ്ട് ഇല്ല. ആ സൗണ്ട് ഫുള്ളാണല്ലോ. എക്കോ മാറിയോ? എക്കോ ഉണ്ട്, സൗണ്ടും ഉണ്ട്. ആരാ മ്യൂട്ട് ചെയ്യാത്ത? മ്യൂട്ട് ചെയ്. സിനിയ മ്യൂട്ട് ചെയ്യാനാണ് എല്ലാവരും പറയണേ. ക്ലിയർ അല്ലെന്നും പറയുന്നുണ്ട്. എന്തൊക്കെയാണോ എന്ത് ക്ലിയർ അല്ല എന്നാ? സൗണ്ട് ക്ലിയർ അല്ല എന്നാണ്? എക്കോ അടിക്കുന്നുണ്ട്, സൗണ്ട് ക്ലിയർ ആണ്. സൗണ്ട് ക്ലിയർ അല്ല. ഹലോ, ഇപ്പോഴോ ശരിയായോ? ഓക്കെ. ഓക്കേ. ശരി. ആരെങ്കിലും മ്യൂട്ട് ചെയ്യാത്തവരുണ്ടെങ്കിലും മ്യൂട്ട് ചെയ്ത് വെക്കാട്ടെ. എന്തെങ്കിലും ഞാൻ ചോദിക്കുമ്പോ മാത്രം നിങ്ങൾ ഇനി തിരിച്ചു പറയാതെ. ഇനിയിപ്പൊ തിരിച്ച് അങ്ങോട്ടൊന്നും അധികം ചോദിക്കില്ല. കാരണം ഈ ഒരു ലാപ്ടോപ്പിന് എന്തോ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും. അപ്പൊ അത് ശരിയാക്കാൻ ഇനിയിപ്പൊ ഇതിന്റെ ഇടയിൽ ബ്രേക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും ക്ലാസ് ഒട്ടും നടക്കില്ല. അതുകൊണ്ടാണ് ഉള്ള സമയത്ത് വേഗം ഞാൻ അതൊന്ന് എടുക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് ഒന്ന് കോപ്പറേറ്റ് ചെയ്യാട്ടോ. നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് എക്സ്പോണൻസ് എന്ന് പറയുന്ന കൃത്യംഗങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കൃത്യംഗങ്ങൾ, എക്സ്പോണൻസ് കേട്ടിട്ടുണ്ടോ? എക്സ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതില്ലേ? 2 raised ഇങ്ങനെ എഴുതുമല്ലോ. 2 raised to 7 അല്ലെ? പിന്നെ 3 raised to 2, പിന്നെ 8 raised to 4. ഇങ്ങനെയൊക്കെ നമ്മൾ എഴുതുന്നതിനെയാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് നമ്പേഴ്സ് എന്നാണ് വിളിക്കുക. കൃത്യംഗ രൂപം എന്ന് വെച്ചാൽ അതിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 2 raised to 7 ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ 2 7 പ്രാവശ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണമെന്നാണ്. 2 into 2 into 2 into അങ്ങനെ 2നെ 7 ടൈംസ്, അതായത് മൾട്ടിപ്ലിക്കേറ്റീവ്, കണ്ടിന്യൂവേഷൻ ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൃത്യംഗങ്ങൾ എന്ന് വിളിക്കുക. റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം, തുടർച്ചയായിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സംഖ്യയെ ഗുണിക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു രീതിയിൽ എഴുതാം. ഇപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതാം 2 into 2 into 2. 3 രണ്ടുകൾ തമ്മിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. അതിനെ 2 raised to 3 എന്ന് എഴുതിയാലും മതി. ഇത് രണ്ടും തുല്യമാണ്. 2 into 2 into 2 എന്ന് പറയുന്നതും 2 raised to 3 എന്ന് പറയുന്നതും തുല്യമാണ്. അതുപോലെ തന്നെ 4 raised to 4 എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ അർത്ഥം എന്തായിരിക്കും? 4നെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ്. 4 into 4 into 4 into 4 എന്ന് പറഞ്ഞ് 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നത് തുല്യമാണ്. അതേസമയം റിപ്പീറ്റഡ് അഡീഷൻ ആണെങ്കിലോ, റിപ്പീറ്റഡ് അഡീഷൻ 2 plus 2 plus 2 നമുക്കറിയാം 3 പ്രാവശ്യം രണ്ടുകൾ കൂട്ടുന്നതാണ്. അതിന് നമ്മൾ വിളിക്കുന്നത് ഇങ്ങനെയല്ല, 3 into 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം 2 കൂട്ടണം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 3 ഗുണനം 2 ആണ്. 2നെ 3 പ്രാവശ്യം എന്താ പറയാ കൂട്ടുന്നതിന് പകരം 3 into 2 എന്ന് ചെയ്താലും മതി. പവർ, എക്സ്പോണൻഷ്യൽ ഫോം, കൃത്യംഗ രൂപവും എന്താ പറയാ തുടർച്ചയായ അഡീഷൻ, അതായത് കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള അഡീഷൻ തമ്മിൽ വ്യത്യാസമുണ്ട്. റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ കൃത്യംഗ രൂപത്തിൽ എഴുതാം. റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ, തുടർച്ചയായ ഗുണനത്തെ നമ്മൾ സൂചിപ്പിക്കുന്നതാണ് എക്സ്പോണൻഷ്യൽ ഫോമിൽ. അപ്പൊ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങളൊക്കെയാണ് ഈ കഴിഞ്ഞ ഈ ലാസ്റ്റ് ഏറ്റവും അവസാനം അപ്പിയർ ചെയ്തിരിക്കുന്ന കഴിഞ്ഞ വീക്കിൽ നമ്മൾ അപ്പിയർ ചെയ്ത പരീക്ഷയിൽ അങ്ങനത്തെ 1-2 ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് ഞാൻ കണ്ടു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യണേ എന്നറിയണമെങ്കിൽ ആദ്യം തന്നെ എക്സ്പോണൻഷ്യൽ ഫോമിന് കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള റൂൾസ് ഉണ്ട്. കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് പഠിക്കാനായിട്ട്. അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതാണ് നിങ്ങൾക്ക് നോട്ടിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ്. ഒന്ന്, ഇപ്പൊ ഏതെങ്കിലും ഒരു സംഖ്യ അതിന് ഡിഫറെന്റ് എക്സ്പോണൻഷ്യൽ ഫോം ആണെന്ന് വിചാരിക്കുക. a raised to m into a raised to n. നോക്കാം നിങ്ങൾ, ഇവിടെ 2 ബേസ് സംഖ്യകൾ, അതായത് ആ പവർ ഏത് സംഖ്യയുടെയാണ് പവർ അതിനെ ബേസ് നമ്പർ എന്ന് വിളിക്കുക. ആ ബേസ് നമ്പർ അതിനെ
നമ്മൾ ഏതെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കൃത്യംഗങ്ങൾ തമ്മിൽ ഗുണിക്കേണ്ടി വരുമ്പോൾ, അതായത് a raised to m and a raised to n, if you have to find the product of these two numbers, ഇവയുടെ തന്നെ ഗുണനഫലം നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. a എന്ന് പറയുന്ന ആ സംഖ്യയിൽ മാറ്റൂല, അതങ്ങനെ തന്നെ എഴുതാം. എന്നിട്ട് കൃത്യംഗങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. അപ്പൊ അതിന്റെ നിയമം ഇതാണ്, a raised to m plus n, that is the first law. നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ നിയമം, കൃത്യംഗത്തിലെ ആദ്യത്തെ നിയമം ഇതാണ്. കൃത്യംഗങ്ങൾ തമ്മിൽ വരുന്ന സംഖ്യകളിൽ വ്യത്യസ്ത കൃത്യംഗങ്ങളാണ്, പക്ഷെ ബേസ് നമ്പർ ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഗുണിക്കേണ്ടി വരികയാണെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ദ സം ഓഫ് ദാറ്റ് പവേഴ്സ്. ആ എക്സ്പോണൻഷ്യൽ ഫോമിന്റെ തുക കണ്ടാൽ മതി. അപ്പൊ a raised to m into a raised to n എന്ന് പറഞ്ഞാൽ a raised to m plus n എന്നാണ്. അപ്പൊ അതാണ് ഒന്നാമത്തെ നിയമം. ഇനി ഇത് തന്നെ നമുക്ക് എന്ത് വരും? ഡിവിഷൻ വരും. a raised to m എന്ന് പറയുന്നത് you have to divide by a raised to n എന്നാണെങ്കിൽ a raised to m ഉം a raised to n തമ്മിൽ ഡിവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, മാത്രമല്ല ഡിവൈഡ് ചെയ്യുക എന്നുള്ള നിയമം രണ്ട് രീതിയിൽ ഡിവൈഡ് വരും. ഇഫ് m is greater than n, അത് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. അതിന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ഇഫ് m is greater than n, m എന്ന് പറയുന്ന സംഖ്യ n എന്ന് പറയുന്ന സംഖ്യയേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അതിന്റെ പവേഴ്സ് തമ്മിൽ കുറച്ചാൽ മതി. അതായത് a raised to m minus n എന്ന് ചെയ്താൽ മതി. a raised to m minus n ന് തുല്യമായിരിക്കും. a raised to m divided by a raised to n എന്ന് കാണുമ്പോൾ നമ്മൾ ഒരേ സംഖ്യ തന്നെയാണ്, പക്ഷെ പവർ മാത്രമേ വ്യത്യാസമുള്ളൂ. നമുക്ക് ഹരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? പവറുകൾ തമ്മിൽ കുറച്ച് ചെയ്താൽ മതി. പക്ഷെ പവറുകൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ ഓർക്കണം, അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇഫ് m is greater than n, എന്ന് ആദ്യം കിടക്കുന്ന സംഖ്യയിലെ ഈ പവർ, ആ പവർ വലുതായിരിക്കണം. ഏതിനേക്കാൾ? n-നേക്കാൾ വലുതായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, a raised to m minus n. ഇനി മറ്റൊന്ന് ഇതുപോലെ തന്നെ ഡിവിഷൻ വരുന്നത് ഒരെണ്ണം കൂടിയുണ്ട്. ഇഫ് a raised to m divided by a raised to n തന്നെയാണ്, പക്ഷെ നേരെ തിരിച്ചാണ്. m is less than n. m എന്തിനേക്കാൾ ചെറുതാണ്? m എന്തിനേക്കാൾ ചെറുതാണ്? n എന്ന് പറയുന്ന സംഖ്യ. അതായത് ഇവിടെ കിടക്കുന്ന കൃത്യംഗം ചെറുതും ഇപ്പുറത്തത് വലുതുമാകുക. അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ നമ്മൾ ഉത്തരം എഴുതേണ്ടത് വെറുതെ a raised to m minus n അല്ല, 1 ഇട്ടിട്ടാണ് a raised to m minus n എഴുതേണ്ടത്. കാരണം മുകളില് ഈ ആദ്യം കിടക്കുന്ന സംഖ്യയിലെ അത് ചെറിയ സംഖ്യ ആയിരിക്കും. അപ്പൊ നമ്മൾ 1 ഇട്ടിട്ട് whole raised to m minus a raised to m minus n ചെയ്താൽ മതി. 1 ഇടണം, കാരണം ന്യൂമറേറ്ററിൽ അവിടെ 1 എന്ന് നമ്മൾ എഴുതിയിട്ട് വേണം. താഴെ ഡിനോമിനേറ്ററിലായിരിക്കും ആ കൃത്യംഗങ്ങൾ നമ്മൾ കുറയ്ക്കേണ്ടി വരാം. കൃത്യംഗങ്ങൾ, അതായത് എക്സ്പോണൻഷ്യൽ ഫോംസ് തമ്മിൽ കുറയ്ക്കേണ്ടത് ഡിനോമിനേറ്ററിലാണ്, ഛേദത്തിലാണ്. അതാണ് അടുത്ത നിയമം. അപ്പൊ 3 നിയമമാണ് നമ്മൾ പറഞ്ഞത്. 1 divided by a raised to n minus m അല്ലേ? -m എന്നാ കൊടുത്തേക്കണേ നോട്ടില്. 1 divided by a raised to n minus m അല്ലേ? അത് m minus n. n minus m എന്നാണ് നോട്ടില്. തിരുത്തിയത് m minus n തന്നെ. വലിയ സംഖ്യ ചെറുത് കുറയ്ക്കാം കേട്ടാ. വലുതായിരിക്കുമല്ലോ, ചെറുതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. n minus m ആണ് തന്നിരിക്കുന്നത് നോട്ടില്. അത് തന്നെയാണ്, വലുതീന്ന് ചെറുത് കുറയ്ക്കണം. n ആണല്ലോ വലുത്, അപ്പൊ n-ന്ന് m കുറയ്ക്കുക. n minus m, m minus n. ഇവിടെ ഞാൻ m എഴുതിയില്ല. അപ്പൊ അതാണ് അടുത്ത നിയമം. ഇനി വീണ്ടും നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം, ഇഫ് എനി നമ്പർ ഹാസ് ദ പവർ 0, ഏതെങ്കിലും ഒരു സംഖ്യക്ക് അതിന്റെ കൃത്യംഗം 0 കഴിഞ്ഞാൽ അതെന്തിന് ഈക്വൽ ആയിരിക്കും? ഏതെങ്കിലും ഒരു സംഖ്യക്ക് കൃത്യംഗം 0 കഴിഞ്ഞാൽ അതിന്റെ വില 1 എന്ന് പറയുന്ന സംഖ്യക്ക് തുല്യമാണ്. 1 ആണ് കേട്ടോ. 100 raised to 0 1 ആണ് ഉത്തരം. 25 raised to 0 1 ആണ് ഉത്തരം. x raised to 0 1 ആണ് ഉത്തരം. അല്ലാണ്ട് x എന്നല്ല, സംഖ്യയല്ല. ഒരിക്കലും നമ്പർ, ഏത് നമ്പറിന് എത്ര വലിയ സംഖ്യ ആയിക്കോട്ടെ എത്ര ചെറിയ സംഖ്യ ആയിക്കോട്ടെ, ഇഫ് ദ പവർ ഇസ് 0 ആണ് അതിന്റെ പവർ എങ്കിൽ അതിന്റെ ഉത്തരം 1 എന്നാണ് ഓർത്തിരിക്കുക. ഇനി മറ്റൊന്ന്, ഇഫ് a is raised to negative n, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു സംഖ്യ അതിന്റെ പവർ നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു സംഖ്യ ആണെങ്കിൽ, -1 എന്നോ -2 എന്നോ -3 എന്നോ ഏതെങ്കിലും ഒരു അക്കമായിക്കോട്ടെ, സംഖ്യ ആയിക്കോട്ടെ, അങ്ങനെ വരുമ്പോൾ നെഗറ്റീവ് നമ്മൾ എന്ത് ചെയ്യണം? പവർ നെഗറ്റീവ് ആയിട്ട് ഒരിക്കലും നമ്മൾ എഴുതാറില്ല. അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്തുകൊള്ളാം? 1/a raised to അതിന്റെ വിൽക്രമം ചെയ്താൽ മതി, റെസിപ്രോക്കൽ ചെയ്താൽ മതി. എവിടെയാണോ നെഗറ്റീവ് കിടക്കണേ ആ നെഗറ്റീവ് വരുന്ന സ്ഥലത്ത് അത്തരം സംഖ്യകളുടെ റെസിപ്രോക്കൽ, അതിന് വിൽക്രമം കാണുക. ഇപ്പൊ a എന്ന് പറഞ്ഞാൽ അതിന്റെ വിൽക്രമം എന്താ? 1/a എന്നാണ്.
1/a എന്നാണ് എയുടെ വിൽക്രമം എന്ന് പറഞ്ഞത്. അപ്പൊ 1/a⁴n. പിന്നെ അവിടെ നെഗറ്റീവ് ഇടാൻ പാടില്ല. നോക്കിയേ, പിന്നെ ഞാൻ നെഗറ്റീവ് ഇട്ടിട്ടില്ല. ആ നെഗറ്റീവ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിനെ താഴേക്ക് ഡിനോമിനേറ്റർ സ്ഥാനത്തിലേക്ക്, അതായത് അതിന്റെ വിൽക്രമത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ a⁻n = 1/a⁻n. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 10⁻⁻7? അപ്പൊ എന്റെ ഉത്തരം ഒന്ന് പറയാമോ? 10⁻⁻7 ഉത്തരം എന്തായിരിക്കും? 1/10. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടാകും. അടുത്തത് മറ്റൊരു നിയമം. A into n അല്ലേ? 1/, പറയാം. അടുത്തത് a/n ⁴n. ഇങ്ങനെ ഒരു പവർ വന്നാലോ, ഏതെങ്കിലും ഫ്രാക്ഷൻസിന് പവർ വന്നാലോ, ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ ഭിന്നസംഖ്യാ രൂപത്തില് എന്താണ് പറയാ, പവർ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആ സംഖ്യകളുടെ രണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും പവർ കാണണം. a⁻n/b⁻n ഈക്വൽ ആയിരിക്കും. a/b ⁴n = a⁻n/b⁻n ആയിരിക്കും. ആരെങ്കിലും മ്യൂട്ട് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ. ചോദ്യം ചോദിച്ചു ഇടയ്ക്ക്, പക്ഷെ പെട്ടെന്നൊന്ന് മ്യൂട്ട് ചെയ്യണേ. അവിടെ എക്കോ വരണുണ്ടെന്ന് പറയും. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് ഇരിക്കുമ്പോഴാണ് എക്കോ വരിക. അപ്പൊ അവർക്ക് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആയി. എനിക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല, പക്ഷെ ബാക്കി കേൾവിക്കാർക്കൊക്കെ പ്രശ്നം വരും. അപ്പൊ a/b ⁴n = a⁻n/b⁻n ആണ്. ഇനി മറ്റൊരെണ്ണം കൂടി ഉണ്ട്. ഇഫ് there are two powers, a⁻m and ⁴n, ഇങ്ങനെ രണ്ട് പവേഴ്സ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറിയാമോ? കൃത്യംഗങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. a⁻m × n, that is mn. a⁻mn m കൂടി ഗുണിക്കാം. ഉദാഹരണം 10⁻3 ⁴2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? 10⁻3 × 2 പവർ 2 കൂടി ഗുണിക്കുക. ദാറ്റ് മീൻസ് 10⁻⁻ എന്ത് വരും? 10⁻6. മൾട്ടിപ്ലൈ ചെയ്ത് ഗുണിക്കുമ്പോ, അതായത് രണ്ട് വ്യത്യസ്ത പവറുകളുള്ള സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിൽ കൃത്യങ്ങൾ തമ്മിൽ കൂട്ടണം, ഹരിക്കുമ്പോഴാണെങ്കിൽ കൃത്യങ്ങൾ തമ്മിൽ കുറയ്ക്കണം. രണ്ട് ഫ്രാക്ഷൻസിന് പവർ വരുമ്പോൾ അംശത്തിനും പവർ ചെയ്യണം, ഛേദത്തിനും ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനെയും പവർ ചെയ്യണം. നെഗറ്റീവ് പവർ വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സംഖ്യക്ക് നെഗറ്റീവ് പവർ വന്നു കഴിഞ്ഞാൽ അതിനെ റെസിപ്രോക്കൽ ചെയ്താൽ, ഇഫ് എനി നമ്പർ ഹാവ് പവർ ആസ് 0, ഏതെങ്കിലും ഒരു സംഖ്യക്ക് 0 ആണ് പവർ എങ്കിൽ അതിന്റെ വാല്യൂ 1 ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് കൃത്യംഗങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വരുന്ന കണക്കുകൾ നമ്മൾ ചെയ്യാം. ഓക്കെ, എക്സ്പോണൻഷ്യൽ ഫോംസ്. സിനിയ പ്ലീസ് മ്യൂട്ട്, ഒന്ന് മ്യൂട്ട് ചെയ്യോ? സിനിയ എവിടെ പോയി? ശരിയായോ? ഓപ്പൺ ആക്കി വെച്ചിട്ട് എവിടെയെങ്കിലും ഒക്കെ പോയിട്ടുണ്ടാവും. ഓക്കെ ആയോ? ശരി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയണ്ട, നിങ്ങൾ തന്നെ ഒന്ന് മ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഈ കൃത്യംഗങ്ങളുടെ ആ ഒരു വിഭാഗത്തിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ ഇത്തരം അടിസ്ഥാനപരമായിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ നമ്മുടെ ഈ നമ്മളുടെ എന്താ പറയാ എക്സ്പോണൻഷ്യൽ ഫോംസ് തുടങ്ങുമ്പോൾ നമ്മൾ അത് എക്സ്പോണൻഷ്യൽ ഫോംസ് ആണോ എന്നുള്ള രീതിയിലല്ല, അല്ലാതെ തന്നെ നമ്മൾ ഒരുപാട് കണക്കുകൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്ക്വയേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോക്കിയേ, 6 സ്ക്വയർ, 6ന്റെ സ്ക്വയർ അതൊരു പവറാണ് അല്ലെ. 6നെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 × 6, 6ന്റെ സ്ക്വയർ 36. 10ന്റെ സ്ക്വയർ എത്രയാ? ഇതൊക്കെ സ്ക്വയേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 10ന്റെ സ്ക്വയർ എത്രയാ? 100 ആണ്. 0 എണ്ണം നോക്കി അങ്ങോട്ട് അത്രയും 0 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, 2 സ്ക്വയർ ചെയ്യുമ്പോൾ 2 0 വരണം, ഇരട്ടി 0 വരണം. അപ്പൊ ഇതൊക്കെ സ്ക്വയേഴ്സിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതുപോലെ ക്യൂബ് കാണുമ്പോഴും അത് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോം അല്ല, സ്ക്വയർ റൂട്ട്സ്, പിന്നെ ക്യൂബ് റൂട്ട്സ്. ഇവിടെയൊക്കെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോം അറിയാതെ തന്നെ പഠിച്ചു പോയിട്ടുണ്ട്. ക്യൂബ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 2⁻3 ഇങ്ങനെ 3 പവർ ആയിട്ട് വരുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യൂബ്. നമ്മൾ അതിനെ വായിക്കുന്നത് 2 ക്യൂബ് എന്നാണ്, 2 ക്യൂബ് എന്നാണ് വായിക്കുക, അല്ലെങ്കിൽ 2⁻3 എന്ന് വിളിക്കും. 2⁻3 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 × 2 × 2, 3 പ്രാവശ്യം 2നെ ഗുണിക്കണം എന്നാണ്. 3 പ്രാവശ്യം 2നെ ഗുണിച്ചാൽ എന്താ ആൻസർ കിട്ടാ? 8 ആണ് കേട്ടോ. 2 × 2 4, 4 × 2 8. 6 അല്ല, മിക്കവാറും ചിലപ്പോഴൊക്കെ എല്ലാവരും, അത് വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അടക്കം 2⁻3 എന്നാണ് പെട്ടെന്ന് അങ്ങോട്ട് 6 എന്ന് എഴുതി വയ്ക്കും. 2നെ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതും 3 പ്രാവശ്യം ആഡ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും 6 തന്നെയല്ലേ എന്ന്. അങ്ങനെയല്ല, 2 × 2 4, 4 × 2 8 ആണ്.
അപ്പൊ ഇതൊക്കെ പിന്നെ നമ്മൾ എന്താ പറയാ പല സംഖ്യകളുടെയും സ്ക്വയർ റൂട്ട്സ് ആയിട്ട് എഴുതുമ്പോ ഇപ്പൊ 64 റൂട്ട് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം. 64 റൂട്ട് എത്രയാ? 64 എന്ന് പറയുന്നത് 8ന്റെ സ്ക്വയർ ആണ് 64 അല്ലെ? 2 8കൾ ചേർന്നതാണ് 64. 8 × 8 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 8 എന്താ പറയാ 64 കിട്ടുക. അപ്പൊ റൂട്ട് എടുക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കും. അപ്പൊ നമുക്ക് 64ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 8 ആണെന്ന് കിട്ടും. മറ്റൊന്ന് നമുക്ക് അറിയാം എന്താണ് 625. അതിന്റെ റൂട്ട് എത്രയാ? 625ന്റെ റൂട്ട് 25ന്റെ സ്ക്വയർ ആണ് 25 അല്ലെ? 625 എന്ന് പറയുന്നത് 25ന്റെ സ്ക്വയർ ആണ്. അപ്പൊ അതിൽ നിന്ന് ഒരു 25 എടുത്താൽ ദാറ്റ് വിൽ ബി ദ റൂട്ട് ഓഫ് 625. 625ന്റെ റൂട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒക്കെ പഠിച്ച് സ്ക്വയേഴ്സിലും ക്യൂബ്സിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോട്ടിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത്. 5ന്റെ ക്യൂബ് 5 × 5 × 5. 5ന്റെ ക്യൂബ് എത്രയാ? 5ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 5 × 3 അല്ല, 5നെ 3 പ്രാവശ്യം ഗുണിക്കലാണ്. ദാറ്റ് മീൻസ് 5 × 5 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണത്? 125. 125 ആണ് 5ന്റെ ക്യൂബ് എന്ന് പറയാം. ഇനി ക്യൂബ് റൂട്ട് നമ്മൾ കണക്കാക്കാൻ അറിയോ നിങ്ങൾക്ക്? ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് ദ ക്യൂബ് റൂട്ട് ഓഫ് 125? 125ന്റെ ക്യൂബ് റൂട്ട് എത്രയാ? 125ന്റെ ക്യൂബ് റൂട്ട് 5. 5. എങ്ങനെയാ കിട്ടുക? ക്യൂബ് റൂട്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ സാധാരണ റൂട്ട് കാണാനായിട്ട് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാറുണ്ട് അല്ലെ? ഘടകക്രിയ രീതി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഘടകക്രിയ രീതി ചെയ്യാം. 5 1 പോകില്ല, അപ്പൊ 12 നോക്കാം. 12ൽ 2 പ്രാവശ്യം പോകും. ശിഷ്ടം ഒരു 2 ഉണ്ട്, ആ 2 ഇപ്പുറത്ത് കൊടുത്താൽ 25. 25ൽ 5 പ്രാവശ്യം പോകും. വീണ്ടും 5 കൊണ്ട് തന്നെ 5 25ൽ 5 ടൈംസ് പോകും. 5 5ൽ 1 ടൈം പോകും. ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ 3 ഒരുപോലത്തെ സംഖ്യയെന്ന് നമ്മൾ ഒരെണ്ണം എടുക്കും. ഏതാണ്? 3 ഒരുപോലത്തെ സംഖ്യ. 3 എണ്ണം വരണ ഒരേപോലത്തെ, എന്നാലാണ് അതിൽ നിന്ന് ഒരെണ്ണം പുറത്തേക്ക് എടുക്കുക. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 2 എണ്ണം ഒരുപോലത്തെ വരുമ്പോ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കും. അപ്പോഴാണ് അതിന്റെ സ്ക്വയർ റൂട്ട് ആകുക. അപ്പൊ ക്യൂബ് റൂട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് പറഞ്ഞു പോകുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ക്യൂബ് റൂട്ട് ഈസ് റെപ്രസെന്റഡ് ആസ് ദിസ്. ഇങ്ങനെയാണ് നമ്മൾ ക്യൂബ് റൂട്ട് ചെയ്യുക. 125ന്റെ ക്യൂബ് റൂട്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ റൂട്ടിന്റെ തൊട്ട് പുറത്ത് ഒരു കുഞ്ഞതായിട്ട് ചെറുതായിട്ട് ഒരു 3 അവിടെ അടയാളപ്പെടുത്തണം. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം റൂട്ട് കാണാനല്ല, ക്യൂബ് റൂട്ട് കാണാനാണ്. അപ്പൊ 3 ഒരേപോലത്തെ സംഖ്യ വെച്ച് നമ്മൾ ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 1 എടുത്താൽ ഇറ്റ് വിൽ ബി ദ ക്യൂബ് റൂട്ട്. അതായിരിക്കും ക്യൂബ് റൂട്ട്. ഓക്കെ, ഇനി മറ്റൊരു ക്യൂബ് റൂട്ട് ചോദിക്കട്ടെ. എന്താ പറയാ? 1000. 1000ന്റെ ക്യൂബ് റൂട്ട് പറയാമോ? വാട്ട് ഈസ് ദ ക്യൂബ് റൂട്ട് ഓഫ് 1000? 10. ക്യൂബ് റൂട്ട് ആണ്, റൂട്ട് അല്ല. 10 ആണ്. എങ്ങനെ കിട്ടി? നമുക്കറിയാം ക്യൂബ് റൂട്ട് കാണാനായിട്ട് 3 ഒരുപോലത്തെ സംഖ്യകളാക്കണം. അപ്പൊ 10 × 10 എളുപ്പം ചെയ്യാനാണെങ്കിൽ ഫാക്ടറൈസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ അറിയാമെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 1000 എന്ന് പറയുമ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 10 × 10 × 10. 3 ടെന്നുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ 1000 വരിക. അതിൽ നിന്ന് ഒരു 10 എടുക്കുന്നു. ദാറ്റ് ഈസ് ദ ക്യൂബ് റൂട്ട് ഓഫ് 1000. 1000ന്റെ ക്യൂബ് റൂട്ട് ആണ് 10. ഇനി ഈ 1000ന് റൂട്ട് ഉണ്ടോ? ക്യൂബ് റൂട്ട് ആണ് ഞാൻ 10 എഴുതിയത്. 1000ന് റൂട്ട് ഉണ്ടോ? റൂട്ട് സംഖ്യ ഉണ്ടോ? പെർഫെക്റ്റ് സ്ക്വയർ റൂട്ടുള്ള സംഖ്യയാണോ? ഇല്ല. അത് ഓർത്തിരിക്കാൻ, പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ആയിട്ടില്ല. അതിന്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ തന്നെ അതൊരു ഡെസിമൽ പോയിന്റ് ഉള്ള സംഖ്യ ആയിട്ടായിരിക്കും കിട്ടുക. ഒരു ദശാംശ സംഖ്യ ആയിട്ടായിരിക്കും ഉത്തരമായിട്ട് വരിക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അവിടെ തന്നെ, അതായത് എക്സാമ്പിൾസ് പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഉദാഹരണം അവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ a⁻m × a⁻n. എന്താണ് എഴുതിയേക്കണേ? a⁻m + n. നോട്ടില്ലേ കയ്യില്? അതൊക്കെ വെറുതെ നിങ്ങൾ കുറച്ച് ഉദാഹരണം വെറുതെ ചെയ്യാൻ തന്നത് എക്സാമ്പിൾസ്. ഓക്കെ, അടുത്തത് 3⁻2 × 3⁻4. എന്ത് വന്നു ഉത്തരം? 3⁻2 × 3⁻4. അപ്പൊ എങ്ങനെ വരും? 3⁻2 ഒരേ ബേസ് ആണ് അല്ലെ? കൃത്യംഗങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. പവേഴ്സ് തമ്മിൽ കൂട്ടുമ്പോൾ ദാറ്റ് ഈസ് 3�6 എന്ന് കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇങ്ങനെയല്ല ഉത്തരം കിടക്കണേന്ന് വിചാരിക്കും. 3�6 എന്നല്ല. ചിലപ്പോൾ ഉത്തരം തരുന്നത് ഈ 3�6 എന്ന് പറയുമ്പോൾ 3നെ 6 പ്രാവശ്യം ഗുണിച്ചിട്ടായിരിക്കും ഉത്തരം തരിക. 3 × 3 വീണ്ടും 3 വീണ്ടും 3 വീണ്ടും 3 6 പ്രാവശ്യം 3 മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ 6 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരമാണെങ്കിൽ ദ ആൻസർ വിൽ ബി, എന്താണ് ഉത്തരം? എഴുതിയുണ്ടല്ലോ 729. 729. 3 × 3 9, 9 × 3 27, 27 × 3 81, 81 × 3 243, 243 × 3 729. അങ്ങനെ 729 നമുക്ക് കിട്ടുന്നത് 3 when it is multiplied repeatedly for 6 times. 6 പ്രാവശ്യം നമ്മൾക്ക്
എന്താണ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പാണ് അത് 729 ആവുക. ചിലപ്പോ 729 എന്ന രീതിയിലുള്ള ഉത്തരമായിരിക്കാം നിങ്ങൾക്ക് ഓപ്ഷൻസിൽ തരിക. അല്ലെങ്കിൽ ചിലപ്പോ 3�6 എന്ന് പറയുന്ന ഉത്തരമായിരിക്കും. കുറെ വലിയ സംഖ്യയാണെങ്കിൽ കുറെ പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ തരില്ല. ഉത്തരം 3�6ൽ നിർത്തും. ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് വേറെ ഒരു കൂടി എഴുതിയിട്ടുണ്ട്. 2⁴ into 2⁵. 2⁴ into 2⁵. എങ്ങനെ ചെയ്തേക്കണത്? 2⁴ 4+5 ദാറ്റ് ഈസ് 2⁹. 2⁹ എന്ന് പറയുമ്പോൾ 9 പ്രാവശ്യം 2 മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 2 4, 4 × 2 8, 8 × 2 16, 32, 64, 128, 256. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് 512 ആകുക നേരം. 512 2⁵12 എന്ന് പറയുന്നത് 2⁹ എന്ന് പറയുന്നത് 512 ആണ്. ഓക്കെ ശരി. അടുത്തത് വീണ്ടും a⁻m/a⁻n. ഉത്തരം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? a⁻m/a⁻n എന്ന് തന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതാ റൂൾസ് തന്നെ വീണ്ടും അത് ക്വസ്റ്റ്യൻസ് പോലെ എക്സാമ്പിൾ പോലെ തന്നു മാത്രമേ ഉള്ളൂ. m n-നേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉത്തരം എഴുതും a⁻m-n. അതാണ് അതിന്റെ ഉത്തരം. അതുപോലെ ആ ഒരു രീതിയിൽ കുറച്ച് 2 കണക്ക് ചെയ്തിട്ടുണ്ട്. 4⁻3/4⁻2. അപ്പൊ എന്താ ഉത്തരം കിട്ടാ? 4⁵3 4⁵2 ആണെങ്കിൽ എങ്ങനെ വരും? 4⁻3 - 2. 4⁻3 - 2. 3-ന്ന് 2 കുറച്ചാൽ 4⁻1 അല്ലെങ്കിൽ വെറും 4 എന്നാണ് ഉത്തരം. ഓക്കെ ഓക്കെ അടുത്തത് 10�6. ആ എക്സാമ്പിൾസ് ഒന്ന് കാണിച്ചേക്കുന്നതാണ്. 10�6/10�3. ഹരിക്കാനാണ്, മുകളിലാണ് വലുത്. അപ്പൊ അതുകൊണ്ട് m ആണ് വലുത്. നമുക്കറിയാം 10⁻6 - 3 ചെയ്താൽ മതി. 6-ന്ന് 3 കുറച്ചാൽ 10⁻3 10�3. നമുക്ക് ആൻസർ അതിനെ ആ 10�3 പവർ കണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരമാണ് ഇവിടെ കിടക്കുന്നത്. അതാണ് 1000 എന്ന് തന്നേക്കണേ. 1000 10 × 10 × 10 3 പ്രാവശ്യം 10 ഗുണിച്ചാൽ 1000 എന്ന് കിട്ടും. ഓക്കെ അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് 5⁻11 / 5�6 എന്നാണ്. നോക്കാം, ഇത് തന്നെയാണ് വലുത്. ആദ്യത്തെ സംഖ്യ തന്നെയാണ് വലുത്. അപ്പൊ നമ്മൾ പവേഴ്സ് തമ്മിൽ കുറച്ചാൽ മതി. 5⁻11 - 6 5 എന്ത് കിട്ടും? 5⁵5 ആണ് കിട്ടുക. 5⁵5ന്റെ ഉത്തരം 5⁵5 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്. 5 പ്രാവശ്യം ഗുണിച്ചു. 5 × 5 25 25 × 5 125 125 × 5 625 625 × 5 625 × 5 എത്ര കിട്ടി? 3125 അല്ലേ? 3125. 3125 അങ്ങനെയാണോ എഴുതിയേക്കണേ? അതെ. 3125. 3125. നോട്ടില് വ്യത്യാസം ഉണ്ടല്ലോ. നോട്ടില് തിരുത്തിക്കോൾട്ടാ. അത് ചിലപ്പോ മൾട്ടിപ്ലൈ ഇത് എഴുതുമ്പോ പെട്ടെന്ന് ഇങ്ങനെ വരുന്നതായിരിക്കും. 3125 നമുക്കറിയാലോ. ഗുണിച്ചപ്പോ നമുക്ക് ആ ഉത്തരം കിട്ടുള്ളൂ. അല്ലെങ്കിൽ കണക്ക് ആര് ചെയ്താലും ആ ഉത്തരം തന്നെ കിട്ടുള്ളൂ. 5 ടൈംസ് ആണ്. കാരണം 11-ന്ന് 6 കുറച്ചാൽ 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ 3125 3125 എന്നാണ് ഉത്തരം കിട്ടുക. അടുത്തത് ഒരെണ്ണം കൂടി ടീച്ചർ ഒന്നും കൂടെ പറഞ്ഞേ ആൻസർ. 3125 3125. ഓക്കെ ഒന്ന് മ്യൂട്ട് ചെയ്തേക്കട്ടെ സിനിയ. ഓക്കെ 6⁴ / 6⁻². അപ്പോഴും അറിയാം നമുക്ക് ആദ്യത്തെ എക്സ്പോണന്റ് തന്നെയാണ് വലുത്. അപ്പൊ 6⁻4 - 2 6⁻4 - 2 എന്ന് പറഞ്ഞാൽ 6² ആണ്. 6ന്റെ സ്ക്വയർ നമുക്കറിയാം ഇറ്റ് ഈസ് 36 കേട്ടാ. 36. 36. ഒരെണ്ണം കൂടി തന്നിട്ടുണ്ടല്ലോ ഇല്ലേ? ഉണ്ട്. 1/2⁶ into 1/2⁶. 1/2⁶ ആണോ? 6. അതെ 6. 1/2⁴ അല്ലേ? അതെ. ഓക്കെ അപ്പൊ ഇൻഡു ചെയ്യാനാണ്. അപ്പൊ പവേഴ്സ് തമ്മിൽ കൂട്ടിയാൽ മതി. ദാറ്റ് ഈസ് 1/2⁶. 6ഉം 2 കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 8 കിട്ടും അല്ലെ? 8 കിട്ടുക. അപ്പൊ 1/2 ഏതെങ്കിലും 2 സംഖ്യ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇങ്ങനെ പവർ ഇട്ട് വന്നു കഴിഞ്ഞാൽ അതിന് രണ്ടിനും ആ പവർ ബാധകമാണ്. 1-നും 8 എന്ന് പറയുന്ന പവർ ബാധകമാണ്. 2/2-നും 8 എന്ന് പറയുന്ന പവർ ബാധകമാണ്. അപ്പൊ 1/2
2/8. ഈ 2/8 ഒന്നുകൂടി നമ്മൾ ആൻസറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 8 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. 2 2 2 4 8 16 32 64 128 256 256 1/256 ആണ് നമ്മുടെ ആൻസർ വരിക. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് തന്നേക്കണ നോട്ട് വൈസ് ആയിട്ട് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. a⁴ into a�6. ആൻസേഴ്സ് വായിക്കട്ടെ. ഘാതം 24, a⁴ ആണോ, a⁴ a⁴ അല്ല a എന്ന് മാത്രം. ഏതാണ് ഉത്തരം? അല്ലേ? a⁻10 ആണ്. പവറുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. 4, 6 എന്ന പവറുകളാണ് തന്നേക്കണേ. അപ്പൊ a⁴ 6 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ a⁻10 എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ആണ്, നമ്മുടെ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സംശയമില്ല എല്ലാവർക്കും? ഉണ്ടോ? ഇത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ കഴിഞ്ഞ ഈ തൊട്ട് മുന്നിലെ പരീക്ഷയ്ക്ക് അതൊക്കെ തെറ്റിച്ചവരുണ്ട്. ഇവിടെ തന്നെ പറയണ്ടായിരുന്നു. അപ്പൊ ആ ഒരു നിയമം അറിഞ്ഞാൽ എളുപ്പം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാത്തിനെയും ഗുണിച്ച് അത്രയും പ്രാവശ്യം ഗുണിച്ച് പിന്നെ ഡിവൈഡ് ചെയ്തൊക്കെ വരുമ്പോ വലിയ ഇതൊക്കെ ഇക്വേഷൻ പോലത്തൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ കൊണ്ടുവന്നേക്കണേലുണ്ട് അങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ. അപ്പൊ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ഒരുപാട് സമയം പോകും. അതില്ലെങ്കിൽ നിയമം അറിയാമെങ്കിൽ നമുക്കത് കൂട്ടാം കുറയ്ക്കാം അങ്ങനെയൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 1000⁻0. അതിന്റെ ഉത്തരം എന്താണെന്നാ ചോദിച്ചത്. 1000⁻0. ഉത്തരം 0, 1, 1000, 10. സോറി 1000 അല്ല 100. ഏതാ ആൻസർ? ഏത് സംഖ്യക്കും പവർ 0 ആണെങ്കിൽ ദ റിസൾട്ട് വിൽ ബി 1. ഏത് സംഖ്യ എത്ര വലിയതോ ചെറുതായിട്ടുള്ള സംഖ്യ ആയിക്കോട്ടെ, പവർ 0 ആണോ എന്ന് നോക്കുക. പവർ 0 ആണെങ്കിൽ അതിന്റെ വില 1 എന്നാണ്. അടുത്തതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. 3⁻⁻5. ഇതിന്റെ ഉത്തരം എന്താണെന്നാണ്? 3⁻⁵ ഉത്തരം 3/5 ആണോ, 5/3 ആണോ, 1/3⁵ ആണോ, ആൻഡ് 3⁵ ആണോ? ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നാണ് ചോദിച്ചേക്കണേ. 1/3⁵. ഇതാണല്ലോ. വേറെ ഏതെങ്കിലും ഉത്തരം ഉണ്ടോ? നെഗറ്റീവ് ആണ് നമുക്ക് തന്നിരിക്കുന്ന എക്സ്പോണൻഷ്യൽ ഫോം. നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ റെസിപ്രോക്കൽ 3 എന്ന് പറയുന്ന സംഖ്യയുടെ റെസിപ്രോക്കൽ 1/3 ആണ്. ഏത് സംഖ്യയുടെയും വെറുതെ ഒരു സംഖ്യ തരാണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/, ഇട്ടിട്ട് എഴുതുന്നതാ. ഉദാഹരണം ഞാൻ പറയാം. 7ന്റെ റെസിപ്രോക്കൽ ഏതാന്ന് ചോദിച്ചാൽ 1/7 ആണ്. അതെങ്ങനെ വന്ന് നിങ്ങൾക്ക് അറിയാമോ? അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ലോജിക്ക് എന്താണെന്ന് മനസ്സിലായോ? 7 എന്ന ഒരു സംഖ്യ എഴുതിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യ എഴുതിയേക്കാണ്. എക്സിന്റെ റെസിപ്രോക്കൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/x ആണ്. എങ്ങനെ വന്നു അത്? ഓർക്കുക, അതിന്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഏത് സംഖ്യക്കും ഒരു ഹോൾ എന്താ പറയാ, ഒരു കോമൺലി ഒരു ഡിനോമിനേറ്റർ ഉണ്ട്. ഏത് സംഖ്യ ആയിക്കോട്ടെ അതിനൊരു കോമൺ ഡിനോമിനേറ്റർ ഉണ്ട്. ആ കോമൺ ഡിനോമിനേറ്റർ അതാണെന്ന് അറിയാമോ? 1 എന്ന് പറയുന്ന സംഖ്യയാണ്. ഇപ്പൊ 100 എന്ന് പറഞ്ഞാൽ 100/1 തന്നെയാണ്. പക്ഷെ ആ /1 എല്ലാത്തിലും കോമൺ ആയതുകൊണ്ട് നമ്മളത് പറയാറില്ല. എന്തെങ്കിലും ഒരു കാര്യം കോമൺ ആയിട്ടുള്ളതുണ്ടെങ്കിൽ നമ്മൾ അത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പൊ 1/100 ആണ് എങ്കിൽ 1/100 തന്നെ എടുത്തു പറയുന്നു. അതേസമയം 100/1 എന്നാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 100. അത് 100ന് തുല്യമാണ്. അവിടെ /1 എന്ന് പറയുന്നത് വെറുതെ ഡിനോമിനേറ്റർ 1 ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. 1 എവിടെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നോ അതിന് ആ ന്യൂമറേറ്റർ മാത്രം ആൻസർ ആയിട്ട് എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ ഏത് സംഖ്യയുടെയും കോമൺ ആയിട്ടുള്ള ഒരു ഡിനോമിനേറ്റർ 1 ആണ്. അതുകൊണ്ടാണ് ഇപ്പൊ 7 എന്ന് പറയുന്ന സംഖ്യയുടെ ഡിനോമിനേറ്റർ അവിടെ 1 ഉണ്ട്. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എന്തായി മാറി? 1/7 ആയി മാറി. എന്ന് ഓർത്തിരിക്കട്ടെ, അത് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാ. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? 1/3⁵5 ആണ്. 1/3⁵5. സംശയമുണ്ടോ ആർക്കെങ്കിലും? പറഞ്ഞ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 6⁻10 ഡിവൈഡഡ് ബൈ 6⁻2 ആണ്. ആൻസർ കണ്ടുപിടിച്ച് പറഞ്ഞേ. 6⁻10 ഡിവൈഡഡ് ബൈ 6⁻2 ആണ്. 6⁻12, 6⁻8, 6⁻2. ഏതാണ് ഉത്തരം?
6 by 2 8. 6 raised to 8 ആണ്. അതായത് ഡിനോമിനേറ്റർ ഇവിടെ ഹരിക്കാനാണ്. ഹരിക്കേണ്ടി വരുമ്പോ പവേഴ്സ് തമ്മിൽ എന്ത് ചെയ്താൽ മതി, കുറച്ചാൽ മതി. കാണുമ്പോൾ നമുക്കറിയാം ആദ്യത്തെ പവർ തന്നെയാണ് വലുത്. അപ്പൊ അതിൽ അത് കുറയ്ക്കാം. 10 2 കുറച്ചാൽ 6 8 എന്നാണ് ഉത്തരം. അടുത്തത് 2 raised to 12. അതുപോലെ തന്നെ മറ്റൊന്ന് 2 raised to 12 divided by 2 raised to 8. ആൻസർ പറഞ്ഞേ. 2 raised to 4. ഞാൻ പറയാം. 16. 2 raised to 4 നിങ്ങൾ പറഞ്ഞ ഉത്തരം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് ഉത്തരം പറയാം. ഇതാണ് ഓപ്ഷൻ തന്നേക്കുന്നത്. 16. അതെ, 16 എന്ന് പറയുന്ന ഉത്തരമാണ് ശരി. 16 എന്ന് പറയുന്ന ഉത്തരമാണ് ശരി. എങ്ങനെ 2 raised to 4 ആണ് നമുക്ക് കിട്ടുക. കാരണം 12 ഇത് കുറച്ചു 4 കിട്ടി. പക്ഷെ ഇങ്ങനെ ഒരു ഉത്തരം നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇല്ലാത്ത സ്ഥിതി അതിന്റെ ആൻസർ ഒന്നുകൂടി കാണേണ്ടി വരും. 2 raised to 4 എന്ന് പറഞ്ഞാൽ 2നെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 2 4. 16 ആണ് ഉത്തരം വരിക. ഓക്കെ മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 3 by 4 whole raised to 5 divided by 3 by 4 whole square. ആൻസർ ഡിവൈഡഡ് ബൈ അല്ലല്ലേ, ഇൻറ്റു അല്ലേ ഇവിടെ അത് കൊടുത്തേ? സോറി, ഇൻറ്റു ആണ്. അതെ, ഇൻറ്റു. എത്ര കിട്ടാ ആൻസർ? 3 by 4. 3 by 4 raised to 7. 3 by 4 whole raised to 7. എനിക്ക് ആ ബുക്ക് എന്റെ ബുക്ക് ഞാൻ നിങ്ങളുടെ എടുക്കണ്ടായില്ല ആൻസറിന്റെ. ഓക്കെ, ഓക്കെ. 3 by 4 whole raised to 7 ആണ് ആൻസർ കിട്ടിയേക്കണേ അല്ലേ? അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കണമല്ലോ. ഓപ്ഷനിലെ ആൻസേഴ്സ് ഞാൻ വായിക്കാം. 2187 by 16,384. 2187 by 16,384. മറ്റൊന്ന് 3 by 16, 9 by 16, 9 by 64. ഒബ്വിയസ്ലി നമുക്കറിയാം 2187 by 16,384 തന്നെയാണ്. കാരണം 3 by 4 അവര് വീണ്ടും അതിന്റെ പവർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 3 by 4 whole raised to 7 എന്നുള്ളതിന് എന്ത് ചെയ്തു? 3ന്റെ 7th പവറും കണ്ടു, 4ന്റെയും 7th പവർ കണ്ടു. അപ്പോഴാണ് ആ ഉത്തരം കിട്ടിയേക്കണേ. ഏത്? 2187 by 16,384. ഇതാണ് നോക്കിയ ആൻസർ. മൾട്ടിപ്ലൈ ചെയ്ത് എടുത്ത് ആൻസർ കേട്ടാ. ഓക്കെ, അതാണ് ആൻസർ കേട്ടാ. ആൻസർ കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. തരുന്ന ആൻസർ ഓപ്ഷൻസിൽ നമ്മൾ കണ്ടെത്തിയ ആൻസർ ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 1 by 6 square into 1 by 6 raised to 3 into 1 by 6 raised to 4. 1 by 6 square into 1 by 6 whole raised to 3 into 1 by 6 whole raised to 4. ആണ് ചോദ്യം. ഉത്തരം 1 by 6 raised to 24, 1 by 6 raised to 6, 1 by 6 raised to 9 and 1 by 6. ഏതാണ് ഉത്തരം? 1 by 6 raised to 9. അതെ തന്നെ. നോക്കിയേ, ഈ പവേഴ്സ് തമ്മിൽ കൂട്ടിയാൽ മതി. 2ഉം ഈ 3ഉം 4ഉം കൂടി കൂട്ടുമ്പോ നമുക്കറിയാം 9 കിട്ടും. അവിടെ നമുക്ക് ഇങ്ങനെ തന്നെയാണ് ആൻസർ കിടക്കുന്നത്. 1 by 6 whole raised to 9 എന്ന് തന്നെയാണ് ആൻസർ ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. കാരണം 9 ഉണ്ടല്ലോ, 9 ആവുമ്പോ 6 9 പ്രാവശ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഒരു ഇത്തിരി കുറച്ച് ടൈം കൺസ്യൂമിങ് ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ അത്രയൊന്നും നമുക്ക് കൂടി ചെയ്തേണ്ടി വരില്ല. അതിങ്ങനെ പവർ ആയിട്ട് തന്നെ ആയിരിക്കും ചിലപ്പോ ആൻസറിൽ ഓപ്ഷൻസ് വന്നിരിക്കാം. അപ്പൊ 1 by 6 whole raised to 9 ആണ്. കിട്ടിയില്ലോ? കിട്ടാത്തവരുണ്ടോ? ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കുറച്ചും കൂടി വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. 5 raised to x
ഈക്വൽ ടു 3, 1, 2, 5. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? 5 ഘാതം എക്സ് എന്ന് പറയുന്നത് 3125 തുല്യമാണ് എങ്കിൽ എക്സിന്റെ വില എന്ത്? 5 ആണ്. എല്ലാവർക്കും കിട്ടിയോ 5? പറയോ? ഓക്കെ, പറയാം. നോക്കിയേ, 5 എത്രയോ തവണ ഗുണിച്ചപ്പോഴാണ് 3125 കിട്ടിയത്. അതാണല്ലോ പവറിന്റെ അർത്ഥം, അതല്ലേ? 5 എന്ന് പറയുന്ന സംഖ്യയെ തുടർച്ചയായി എത്രയോ പ്രാവശ്യം ഗുണിക്കുന്നു. അതിനെയാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോം എന്ന് തുടക്കം തുടങ്ങി പറഞ്ഞത്. അത് ഗുണിച്ചപ്പോ നമുക്ക് 3125 കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് എത്ര എണ്ണം ഗുണിച്ചിട്ടാണെന്ന് നമുക്കറിയില്ല. അത് ചെയ്യാനായിട്ട് നമുക്ക് ഇത്രയും ചെയ്താൽ മതി. നമ്മൾ ഫാക്ടറൈസ് ചെയ്യാറുള്ളത് പോലെ എന്ത് ചെയ്യുക? ഘടകക്രിയ ചെയ്യുക, ഫാക്ടറൈസ് ചെയ്യുക. 5ന്റെ ടേബിളിൽ പോകും, കാരണം അറ്റത്ത് കിടക്കുന്ന വൺസ് പ്ലേസിൽ കിടക്കുന്ന സംഖ്യ 5 ആണ്. ഓക്കെ, ഒറ്റയുടെ സ്ഥാനത്തൊക്കെ 5 അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 5 3 പോകില്ല. 30 നമുക്ക് നോക്കാം. 30 6 പ്രാവശ്യം പോകും. 6 5 30. ബാലൻസ് ഒരു 1 ഉണ്ട്. അത് ഇവിടെ 2ന്റെ കൂടെ കൂട്ടി വായിക്കുമ്പോ 12 ആയി. 12ൽ 5 2 പ്രാവശ്യം പോകും. 5 2 10. വീണ്ടും അവർ 2 ബാക്കി വന്നു. അത് തൊട്ട് പുറത്തുള്ള 5ന്റെ ഒപ്പം കൂട്ടി വായിക്കാം. 25. 25ൽ 5 പ്രാവശ്യം പോകും. അപ്പൊ അവിടെ 5 എഴുതി. വീണ്ടും നമ്മൾ 5 കൊണ്ട് തന്നെ ഫാക്ടറൈസ് ചെയ്യുന്നു. 5 6ൽ 1 പ്രാവശ്യം പോകും. ബാലൻസ് ഒരു 1 വന്നു. അത് 12 ആക്കി. തൊട്ടപ്പുറത്തെ സംഖ്യക്ക് കൊടുക്കുമ്പോ 12 ആകും. 12ൽ വീണ്ടും നമ്മൾ നോക്കുന്നു. 2 × 5 10. വീണ്ടും അവിടെ ഒരു ബാലൻസ് 2 വന്നു. അത് നമുക്ക് ഇപ്പുറത്തുള്ള 5ന്റെ ഒപ്പം കൊടുത്തു. 25. 25ൽ 5 പ്രാവശ്യം പോകും. വീണ്ടും 125ന് നമ്മൾ 5ന്റെ ടേബിളിൽ തന്നെയാണ് പോവുക, കാരണം അറ്റത്ത് കിടക്കുന്ന സംഖ്യ 5 തന്നെയാണ്. അപ്പൊ 5 12ൽ 2 പ്രാവശ്യം പോകും. ബാക്കി 25ൽ 5 പ്രാവശ്യം പോകും. 25. വീണ്ടും 5 കൊണ്ട് തന്നെ നമുക്ക് പറ്റും. 5 25ൽ 5 പ്രാവശ്യം. വീണ്ടും 5 5ൽ 1 പ്രാവശ്യം. നോക്കിയേ എത്ര 5 ചേർന്നു നോക്കിയേ, നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. 1 2 3 4 അപ്പുറത്തൊരെണ്ണം 5. 5 5കളില്ലേ? അപ്പൊ 5 ഘാതം എക്സ് എന്ന് പറയുന്നത് 3125 ആണെങ്കിൽ ആ 3125 നമുക്ക് കിട്ടുന്നത് 5ന്റെ 5th പവറിനാണ്. 3125 കിട്ടുന്നത് എവിടെയാണ്? 5ാമത്തെ പവറാണ്. അപ്പൊ എക്സിന് പകരം കിടക്കുന്ന സംഖ്യ ഏതായിരിക്കണം? 5. എക്സിന് പകരം കിട്ടുന്ന സംഖ്യ എത്രയാണ്? 5. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് പലപ്പോഴും പല പ്രാവശ്യം പല സമയത്തും നമ്മൾ കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ പവർ എക്സ്പോണൻഷ്യൽ ഫോമിൽ ഇങ്ങനത്തെ ഒരു ആ പവറിന്റെ സ്ഥാനത്ത് എക്സ് എന്നോ എക്സ് പ്ലസ് 1 എന്നോ എക്സ് മൈനസ് 1 എന്നോ ഒക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. അങ്ങനത്തെ നമ്മൾ കണക്ക് ചെയ്തിട്ടുമുണ്ട് മൊത്തത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടുവരുമ്പോ. ഇപ്പൊ നമ്മൾ ആ ടോപ്പിക്ക് മാത്രം ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. എക്സ്പോണൻഷ്യൽ ഫോമിന്റെ ടോപ്പിക്ക് മാത്രം ബേസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ കണക്ക് ചെയ്യണേ കേട്ടാ. ഓക്കെ, അടുത്തത് കിട്ടിയോ? ഇത് കിട്ടിയോ? ഇത് മനസ്സിലായോ? അപ്പൊ ഇതുപോലെ എക്സ് ഒക്കെ ചേർന്ന് വരുമ്പോ നിങ്ങൾ ആ തന്നേക്കുന്ന സംഖ്യയില്ല, ഈക്വൽ ടു തന്നേക്കുന്ന സംഖ്യനെ നിങ്ങൾ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യുക, ഘടകക്രിയ ചെയ്യുക. എന്നിട്ട് എത്ര എണ്ണം ഉണ്ട് നോക്കുക. എന്നിട്ട് എക്സ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ എണ്ണം തന്നെ എടുത്ത് എഴുതാം. അതിന്റെ കൂടെ എക്സിന്റെ കൂടെ ഒരു +1 കൂടി ചെയ്യാൻ പറയുമ്പോൾ ഒരു 1 കൂടി കൂട്ടിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. ഓക്കെ, ഒരെണ്ണം കൂടി കൂട്ടണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 25 raised to 3 whole raised to 2. എന്തുവരും? ഒരു പവർ മറ്റൊരു പവറും കൂടി ഒരുമിച്ച് വരുമ്പോ നമ്മൾ ചെയ്യേണ്ടത് പവേഴ്സ് തമ്മിൽ ഗുണിക്കണം. 3 × 2. 25 raised to 3 × 2 that is 25 raised to 5. 6. 25 raised to 6. അപ്പൊ ഇവിടെ ഉത്തരം അങ്ങനെ തന്നെയുള്ളൂ. 25 ഘാതം 3, 25 ഘാതം 2, 25 ഘാതം 6, 25 ഘാതം 5. ഉത്തരം 25 raised to 6 ആണ്. ഓക്കെ, ഗുഡ്. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. a raised to m divided by a raised to n. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്നു m is less than n എങ്കിൽ അതിന്റെ ഉത്തരം എന്തായിരിക്കും? m കുറവാണ്, m ചെറിയ സംഖ്യയാണ്. അപ്പൊ എന്ത് വരണം? 1/a raised to m എന്ന് എഴുതണം. 1/a raised to n minus m. അതാണ്. അപ്പൊ ആ ഒരു ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. 2/3 whole raised to 4. അതിന്റെ ആൻസർ എന്താണെന്നാണ്. 2/3 whole raised to 4. ഉത്തരം ഇതാണ്. 16/81, 81/16, -16/81, -81/16. ഇതിലേതെങ്കിലും ഒന്ന് ആൻസർ. 16/81. അതെ, 2 raised to 4 എന്ന് പറയുമ്പോ 2 × 2 × 2 അങ്ങനെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. ബൈ 3 raised to 4 എന്ന് പറയുമ്പോഴും 3 4 ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു.
അപ്പൊ 2 into 2 4, 4 into 2 8, 8 into 2 16, 16 by 3 3s are 9, 9 3s are 27, 27 3s are 81, 16 by 81 ആണ് ആൻസർ വരിക. 16 by 81. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ 2 raised to negative 3 ന്റെ വില എന്താണ്? 2 raised to negative 3. 2 ഘാതം നെഗറ്റീവ് 1 by 8. 1 by 2 raised to 3 അല്ലെങ്കിൽ 2 by 3, 3 by 2, 1 by 2 raised to 3, 1 by 3 raised to 2. ഇവിടെ പവർ മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ല. ഉത്തരം ഇതാണ്. 1 by 2 raised to 3 ആണ്. 1 by 3 raised to 2 അല്ലല്ലോ, ഇതല്ലല്ലോ, തെറ്റിപ്പോകരുത്, ഇതല്ല. 1 by 2 raised to 3 ആണ് കേട്ടോ. 2 raised to 3 ആണ്. ഓക്കെ, അടുത്തത് വീണ്ടും ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. 10 ഘാതം 2 ഹോൾ ഘാതം 5. 10 raised to 10. 10 ഘാതം 2 into 5. അപ്പൊ 10 raised to 10. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഉത്തരം അങ്ങനെയല്ല. 1 ഇട്ടിട്ട് 8 0 തന്നിട്ടുണ്ട്, 1 ഇട്ടിട്ട് 10 0 തന്നിട്ടുണ്ട്, 1 ഇട്ടിട്ട് 6 0 തന്നിട്ടുണ്ട്, 1 ഇട്ടിട്ട് 7 0 തന്നിട്ടുണ്ട്. സോ ഏതാണ്? 1 ഇട്ടിട്ട് 10 0. 1 ഇട്ടിട്ട് 10 0 ഇടുന്നതാണ് കേട്ടോ. 10 0. അതാണ് നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളത്. 2 4 6 8 10 0 ഇടണം കേട്ടോ. അതാണ് ആൻസർ. ഈ 10ന്റെ ഒക്കെ അവരങ്ങനെ തന്നെ തരാൻ സാധ്യതയുണ്ട് ഇങ്ങനത്തെ. കാരണം വെച്ചാൽ 0 ഇട്ട് കൊടുത്താൽ മതിയല്ലോ, അതുകൊണ്ട്. ഓക്കെ, അടുത്തത് 11 ഘാതം 9 into 11 ഘാതം 6. ഉത്തരം വായിക്കാം. 11 ഘാതം 3, 11 ഘാതം 5, സോറി 15, 11 ഘാതം 54, 1. 11 ഘാതം 15. കൃത്യങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. 9 plus 6. അപ്പൊ 11 raised to 15. 11 raised to 15. ഓക്കെ, അടുത്ത ചോദ്യം 0.01 ഹോൾ എക്കോ വരുന്നുണ്ട്. എക്കോ വരുത്തുന്ന ആൾക്കാരാണ്. ഓഫ് ചെയ്ത് വേഗം. എക്കോ എവിടുന്നാ? മാറിയോ? ഹലോ, മാറി. ഓക്കെ, ഇതിന്റെ ആൻസർ പറഞ്ഞ 0.01 ഹോൾ റേസ് ടു 3 അല്ലെങ്കിൽ 0.01 ക്യൂബ്. എന്താ കിട്ടാ? 0.01 ക്യൂബ് എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ? 0.01 എത്ര പ്രാവശ്യം ഗുണിക്കണമെന്നാണ്? 3 പ്രാവശ്യം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെ 3 പ്രാവശ്യം ഗുണിക്കണം. ഇതൊന്നും ഗുണിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ടൈം കൺസ്യൂമിങ് ആക്കാൻ വേണ്ടിട്ട് അവർ തരുന്നതാണ്. പക്ഷെ ഒന്നും ഗുണിക്കണ്ട. കാരണം എന്താ? എല്ലാത്തിന്റെ അറ്റത്ത് നടക്കുന്ന സംഖ്യ എത്രയാ? 1 അല്ലേ? 1നെ നമ്മൾ പിന്നെ വേറെ ഒരു സംഖ്യ വെച്ച് ഗുണിച്ചാലും 1 തന്നെ കിട്ടുള്ളൂ. എത്ര പ്രാവശ്യം 1 വെച്ച് ഗുണിച്ചാലും. അപ്പൊ 1 ആണ് അവിടുത്തെ ഉത്തരത്തിൽ മെയിൻ ആയിട്ട് വരേണ്ട സംഖ്യ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ ഡെസിമൽ പോയിന്റ്സ് ആണ്. ഓർക്കുക, 1 2 3 4 5 6 6 സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. 6 സ്ഥാനം എവിടെന്നാന്നറിയാമോ? വലത്തുനിന്ന് ഇടത്തോട്ടേക്ക് നീക്കണം. 6 സ്ഥാനം നീക്കണമെങ്കിൽ ഓൾറെഡി നമ്മൾ ഒരു 1 അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി 0 ഇടണം. എത്ര 0 ഇടണം? 6 0 ഇടണം. 5 0 ഇടാ, പോയിന്റ് ഇടാ അല്ലെ? 5 0 ഇട്ടാൽ മതി. അല്ലാതെ 6 0 ഇട്ടിട്ട് പിന്നെ 1 തരുന്നത്. മൊത്തം 6 സ്ഥാനമാണ് നീക്കേണ്ടത്. മൊത്തം 6 സ്ഥാനം നീക്കാനായിട്ട് ഓൾറെഡി നമുക്കൊരു 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഗുണിക്കുമ്പോൾ ഒരു 1 അവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ ഒരു 5 സ്ഥാനം കൂടി 0 ചേർത്താൽ മതി. എന്നിട്ട് പോയിന്റ് ഇടാം. 0.00001 ആണ് ഉത്തരം വരിക. കുറെ പോയിന്റ് ഉള്ള സംഖ്യകളാണ് ഇവിടെ നിങ്ങൾക്ക് ആൻസറിൽ തന്നേക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ളത് തെരഞ്ഞെടുത്ത് ചെയ്ത. ഇനി അടുത്തത് നേരത്തെ ചെയ്ത പോലത്തെ ഒരു കണക്കാണ്ട്. അത് നിങ്ങളൊന്ന് തന്നെ ചെയ്തേ. 10 ഘാതം n is equal to 10 raised to n is equal to 1 lakh. 1 ലക്ഷത്തിന് തുല്യമാണെങ്കിൽ n-ന്റെ വില എത്രയാണെന്നാ ചോദിച്ചത്. ഞാൻ പറയാമോ? കണക്ക് ചെയ്യേണ്ട ആവശ്യം ഒന്നും ചെയ്യാൻ പറ്റും. n 15 കണക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റേ ഫാക്ടറൈസും ചെയ്യണ്ട. ഇത് 10ന്റെ ആയതുകൊണ്ട്. കാരണം നോക്കിയേ, 0ന്റെ എണ്ണം നോക്കിയാൽ മതി. ആ 0ന്റെ എണ്ണമാണ് ഇവിടെ n-ൽ വരുന്നത്. എത്ര 0 ഉണ്ട്? 5 ആണ്. അപ്പൊ n-ന്റെ വില എത്രയാ? 5 ആണ്. 4 3 2 എന്നൊക്കെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. 4 3 5 2 എന്നൊക്കെ. പക്ഷെ
5 ഉത്തരം. ഓക്കെ, ഇനിയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ട പോലത്തെ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അല്ല, അതിന് മുമ്പുണ്ടല്ലോ. 11/8 11/8 ഡിവൈഡഡ് ബൈ 11/11. ഒരു ആൻസർ 1/11/3, 1/11/4, 1/11/5. 1/11/11 8 കുറയ്ക്കണം. 11 8 കുറയ്ക്കണം. ഇതാണ് ചെറുതാണ്, ഇത് മറ്റേത് വലുതാണ്. അതുകൊണ്ട് തന്നെ ബൈ ഇട്ടിട്ട് തന്നെ എഴുതണം. അപ്പൊ 1/11/3. 11 8 പോയാൽ 3 ആണ്. അത്രയേ ചോദിച്ചിട്ടുള്ളൂ. വേറെ അതിന്റെ ഗുണിച്ച് എഴുതാനായിട്ട് കൊടുത്തിട്ടില്ല. ഓക്കെ, അടുത്തത് ഇതാണ് 3/3 ഇൻറ്റു 3/8. ഇങ്ങനത്തെയാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറുള്ളത്. 3² ബൈ 3/4 ഇൻറ്റു 3/6. 3 ക്യൂബ് 27. 3 ക്യൂബ്. ഇവിടെ നോക്കാം, മുകളിൽ നോക്കി കഴിയുമ്പോ 3/3 എല്ലാം 3ന്റെ ആണ്. അപ്പൊ കൃത്യങ്ങൾ തമ്മിൽ കൂട്ടാം. 8 2 10, 10 1 13, മുകളിൽ 13 കിട്ടി. ബൈ അടിയില് 10 6 4 10 ആണ്. അപ്പൊ 3/10 കിട്ടി. ഇപ്പൊ നോക്കിയാൽ മുകളിലത്തെ വലുത്, അടിയിലത്തെ ചെറുതാണ്. അപ്പൊ നമുക്ക് 3/10 എത്ര കിട്ടും? 13 10 കുറച്ചാൽ 3/3. പക്ഷെ 3/3 ഇവിടെ ഉത്തരമില്ല. ഇവിടെ തന്നിരിക്കുന്ന ആൻസേഴ്സ് വായിക്കാം. 27, 54, 9, 3. 27 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അത് നിങ്ങൾ തന്നെ ചെയ്യാം. 256 = 4/x എങ്കിൽ എക്സിന്റെ വില എത്ര? നേരത്തെ നമ്മൾ 3125 ചെയ്തോലൊന്നും നിങ്ങൾ ചെയ്തേ. എല്ലാവരും ചെയ്യട്ടെ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ഇട്ടിട്ടല്ലേ ചെയ്യാം? എന്താ ഇതില് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഏത് വേണമെങ്കിലും ചെയ്യാം. 4 ഇട്ട് സാധാരണ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 4 ഇട്ട് നമ്മൾ ചെയ്യാറില്ല. പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ച് മാത്രമേ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പാടുള്ളൂ. 2 ഇട്ട് ചെയ്യുമ്പോൾ കുറെ നമ്പേഴ്സ് വരില്ലേ? അതായത് ഒരു എത്ര 2 കിട്ടി? പറ, എത്ര 2 കിട്ടി? 2 വെച്ച് ചെയ്തപ്പോ 8 എണ്ണം കിട്ടിയോ? 8 എണ്ണം കിട്ടിയോ? കിട്ടി. ഇനി 8 എണ്ണം കിട്ടിയെങ്കിൽ അവിടെ ഇരിക്കട്ടെ. നോക്ക്, ഇപ്പൊ എത്ര എണ്ണമായി? 2 4 നോക്ക്, 8 എണ്ണമായി. 8 2കളാണ് നിങ്ങൾക്ക് 256 ഫാക്ടറൈസ് ചെയ്തപ്പോ കിട്ടിയത്. പക്ഷെ നമുക്ക് 2/x എന്നല്ല നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നേക്കണേ. 4/x എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 4 കൂടെ ഈ 2 ചേർന്നാ 4 അപ്പൊ ഒരു 4 ഇൻറ്റു അടുത്ത 2 ചേർന്നാൽ വീണ്ടും 4. ഓക്കെ, അടുത്ത 2 ചേർന്നാൽ വീണ്ടും 4. ലാസ്റ്റത്തെ 2 കൂടി ചേർന്നാൽ വീണ്ടും ഒരു 4. അപ്പൊ നോക്കി എത്ര 4 വന്നിട്ടുണ്ട്? അപ്പൊ എത്ര 4 വന്നു? 4. 4/4 ആണ് 256 ഈക്വല്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് വരേണ്ടത് ഏതാ? എക്സിന്റെ വില 4 ആണ്. അങ്ങനെയും വരാം. അപ്പൊ നമുക്ക് തന്നേക്കണ അതേ സംഖ്യ തന്നെയല്ല. ചില സംഖ്യകളെ വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് മറ്റൊരു സംഖ്യയാക്കി മാറ്റാൻ പറ്റും. അല്ലെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് വേറൊരു സംഖ്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന്റെ പവർ ആയിരിക്കും ചിലപ്പോൾ ഉത്തരമായിട്ട് വന്നേക്കണേ. ഓക്കെ, അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടാ. ഇപ്പൊ 4ന്റെ പവർ ആയിട്ടാ തന്നെ. പക്ഷെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുന്നത് 2 വെച്ചിട്ടാ. കാരണം പ്രൈം ഫാക്ടറൈസേഷൻ എപ്പോഴും ചെയ്യേണ്ടത് പ്രൈം നമ്പേഴ്സ് വെച്ചിട്ടാ. 2 3 5 7 അങ്ങനെ 11 വെച്ചിട്ടാണ്. എന്തോ ഇതറിയാം. പക്ഷെ ഇതില് വരുമ്പോഴ് നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ 2 ആക്കി വീണ്ടും അതിന് 4 ആക്കി എടുക്കണ്ടേന്ന് ചോദിച്ചതാ. അതുകൂടി ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ മറക്കരുത്. മറക്കില്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. 7/0 7/2 ഇൻറ്റു 7/3. എത്രയാണ് ആൻസർ കിട്ടിയേക്കണേ? 7/0 വെറും 0. ഏതാ? 7/5. 7/5. എല്ലാവർക്കും അത് തന്നെയാണോ? വേറെ ഉത്തരവില്ലല്ലോ. ഇവിടെ നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ തന്നെ. ഇത് കണ്ട, അതെ 7/0 അതിന്റെ ഉത്തരം വെറും 1 എന്നാണ്. ഇൻറ്റു ബാക്കിയുള്ളത് 2 പവറുകൾ കൂടി കൂട്ടിയാൽ മതി. അപ്പൊ 7/3
3 2 കൂട്ടിക്കഴിഞ്ഞാൽ 5. അപ്പൊ 7/5 അതിന്റെ കൂടെ 1 ഗുണിച്ചാൽ അത് തന്നെ കിട്ടുള്ളൂ. 7/5 തന്നെയാണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. 7/5. ഓക്കെ, അപ്പൊ അത് കൃത്യംഗങ്ങളുടെ ഭാഗത്തുനിന്ന് കൊണ്ടുവന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, തീർന്നിട്ടില്ല. ഒരു ക്ലാസ് 19 ഇത് 256-ന്റെയോ? 4x എന്നല്ലേ തന്നേക്കണേ? ഞാൻ ഇതുപോലത്തെ നേരത്തെ നമ്മളൊരു കണക്ക് ചെയ്തില്ലേ, 5x = 3125 എന്ന് തന്നിരുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്ത, 125-നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തു. അപ്പൊ ഇവിടെയും നമ്മൾ 256-നെ എന്ത് ചെയ്യണം, ഫാക്ടറൈസ് ചെയ്യണമെന്ന്. ഇരട്ട സംഖ്യയാണല്ലോ അറ്റത്ത് കിടക്കണേ. 6 ഇരട്ട സംഖ്യയാണ്, ഈവൺ നമ്പർ ആണ്. അപ്പൊ 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 2 1-ല് പോകും, 2 5-ല് 2 ടൈംസ് പോകും, ബാക്കി ഒരു 1 ഉണ്ട്. 16-ല് 8 പ്രാവശ്യം പോകും. എന്തോ മറ്റേ റോസ് വാട്ടർ മുക്കിയിട്ട് ഹലോ എക്സ്ക്യൂസ് മീ, ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, അപ്പൊ 12-ല് 6 പ്രാവശ്യം, 8-ല് 4 പ്രാവശ്യം, വീണ്ടും 2 കൊണ്ട് തന്നെ 32 പ്രാവശ്യം, വീണ്ടും 2 കൊണ്ട് തന്നെ 16 പ്രാവശ്യം, വീണ്ടും 2 കൊണ്ട് തന്നെ 8 പ്രാവശ്യം, വീണ്ടും 2 കൊണ്ട് തന്നെ 4 പ്രാവശ്യം, ദെൻ വീണ്ടും 2 കൊണ്ട് തന്നെ 2 പ്രാവശ്യം, പിന്നെ 2 2-ല് 1 പ്രാവശ്യം. അപ്പൊ എത്ര 2 കിട്ടി നോക്കി? 1 2 3 4 5 6 7 8. 8 2-ല് ഈ 8 2-കളില് നമുക്ക് പക്ഷെ 2 വെച്ചിട്ടല്ല ഇവിടെ പവർ തന്നേക്കണേ, 4 വെച്ച പവർ തന്നേക്കണേന്ന് മനസ്സിലായോ? അപ്പൊ 2 2 ചേർന്നാൽ അത് 4 ആവുമല്ലോ. അപ്പൊ നോക്കിയേ, 2 2 ആദ്യത്തെ 2 ചേർത്ത് ഒരു 4 എടുത്തു, പിന്നത്തെ 2 2 ചേർന്ന് വീണ്ടും ഒരു 4 ആക്കി, പിന്നത്തെ 2 2-കൾ ചേർന്ന് വീണ്ടും ഒരു 4 ആക്കി, വീണ്ടും അവസാനത്തെ 2 2-കൾ ചേർത്ത് ഒരു 4 കൂടി ആക്കി. എന്ന് വെച്ചാ 4 എത്ര എണ്ണമായി? 1 1 2 3 4 4 4-കളാണ്. അപ്പൊ 4/4 ആണ് 256-ന് ഈക്വൽ. 2/8 2/8 എന്ന് പറയുന്നതും 4/4 എന്ന് പറയുന്നതും തുല്യമാണ്. എന്തിനു തുല്യമാണ്? 256-ന് തുല്യമാണ്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് വേണ്ടത് ഇതാണ് ഉത്തരം. എക്സിന്റെ വില 4 ആണ്. അപ്പൊ കിട്ടിയോ? കിട്ടി. മനസ്സിലായി? ഓക്കെ, അപ്പൊ ഈ എക്സ്പോണൻഷ്യൽ ഫോംസിന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടില്ല. കുറച്ചും കൂടി ഇതുപോലെ ഇതിന് ഇച്ചിരി കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഉണ്ട്. അടുത്ത ദിവസം ചെയ്യാനായിട്ട് കുറച്ച് വലുതൊക്കെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ, പിന്നെ നെഗറ്റീവ്സും എന്താ പറയാ പോസിറ്റീവ്സും ഉൾപ്പെടെയുള്ള ഡിവിഷൻസ് ഒക്കെ കൂടി മിക്സ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്നും തന്നെ ബാക്കിയില്ല. നിങ്ങളൊന്ന് ചെയ്തേക്കുന്നതൊക്കെ ഒന്ന് നോക്കുക. നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം ചോദിക്കാൻ പാകത്തിന് നിങ്ങൾ എടുത്തു വെച്ചിട്ട് വരിക. അല്ലെങ്കിൽ അത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.